Dear students, Plus 2 Computer Science Chapter 9 Structured Query Language Part 3. In the previous class, we discussed about how to create table in a database. Today, we are discussing about how to insert data into a table and how to view that rows in a table. So, our new topic is insert data into tables. The DML command, DML means data manipulation language. The DML command insert into is used to insert tuples into a table. Tuples means or tuples means rows in a table, and the syntax is insert space into space table name, then bracket open, colon name 1, colon name 2, etc. up to colon name n, then bracket closed, values, again bracket open, value 1, value 2, value n. ഇങ്ങനെ നമുക്ക് എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളത്തിനുള്ള വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാൻ ഒരു ടേബിളിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു സിൻടാക്സ് ആണ് ഇത്. ഇനി നമ്മൾ ടേബിളിലേക്ക് കോളം 1, 2, 3 എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കോളം 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വാല്യൂസ് 1 കൊടുത്തിട്ടുണ്ട്, വാല്യൂ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോളം 1ലേക്കായിരിക്കും ഈ വാല്യൂ 1 പോവുക, കോളം 2 വാല്യൂ 2, അങ്ങനെ കോളം 3 വാല്യൂ 3 ആൻഡ് സോ ഓൺ. നമുക്ക് ഈ ഒരു ടൈപ്പിൽ മാത്രമല്ല വേറെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ഒരു ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ദാറ്റ് ഇസ് query 1, insert into student values 1001 alloc m 1998 10 var 2 science 24,000. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ വാല്യൂസും ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. In the student table we created the field as admission number, name, gender, date of birth, course, family income. For F income as the family income. So same values are here we inserted into the table by using, for admission number take the value 1001 and name alloc, gender M, that means for male students, and date of birth as 1998 10 2, and the course as science and the family income as 24,000. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസിൽ അലോഗ്, അതുപോലെ അലോഗ് എന്നുള്ളത് വിത്തിൻ സിംഗിൾ കോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? സോ because the data type of the name is varchar of 20, so it is a string, so we use the single quotes. And for gender and also use the character type, so it is also a string type, so use the double quotes. And date is also in the single quotes, and for course is also a varchar of type, so we use the single quotes. And if we write a query as like this, then the response is like query okay 1 row affected. സോ നമുക്ക് അവിടെ ഒരു 1 റോ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. എത്ര സെക്കൻഡ്സിലാണെന്നാണ് ഇവിടെ 0.05 സെക്കൻഡ്സിലാണ് ക്രിയേറ്റ് ചെയ്തതിന് ടൈമിങ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇതൊരു ടൈപ്പിൽ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടെ കൊടുത്ത് നമ്മൾ സിൻടാക്സ് പഠിച്ച ഒരു എക്സാമ്പിൾ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ്, ദാറ്റ് മീൻസ് അവർ ടേബിൾ നെയിം, വാല്യൂസ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ. എങ്ങനെയാണോ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, ഓരോ കോളത്തിനും ഓരോ റോ കൊടുത്തിട്ടുണ്ട്, അതേ സെയിം ഓർഡറിൽ തന്നെയായിരിക്കും നമുക്ക് വാല്യൂസും ഇൻസേർട്ട് ചെയ്യുക. ബിക്കോസ് നമ്മളിവിടെ ഫസ്റ്റ് വാല്യൂ 1001, അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്തായിരുന്നു? അഡ്മിഷൻ നമ്പർ ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സുകൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക നിങ്ങൾ. നമ്മൾ ലാസ്റ്റ് ഡേ എടുത്ത ക്ലാസ്സുകൾ ചെക്ക് ചെയ്താൽ അറിയാം. ഫസ്റ്റ് വാല്യൂ അഡ്മിഷൻ നമ്പറാണ്, സോ ഇവിടെ അഡ്മിഷൻ നമ്പർ ആയിരിക്കും 1001. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് പോവുക. ഇനി വേറൊരു ടൈപ്പിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ക്വറി ഇങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സിൻടാക്സ് നോക്കിയ പോലെ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് പാരാന്തസിസ് ഓപ്പൺ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സ്, ഫാമിലി ഇൻകം. അവിടെ നമ്മൾ 4 വാല്യൂസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വാല്യൂസും അതേ 4 തന്നെയാണ് നമ്മളിവിടെ വരുന്നത്. സോ നെയിം നൈക്ക്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, ആൻഡ് കോഴ്സ്, ഫാമിലി ഇൻകം അതേ കറസ്പോണ്ടിങ് വരുള്ളൂ. അതായത് പർട്ടിക്കുലർ, ഇഫ് യു നീഡ് ദി വാല്യൂസ് ഓഫ് എ പർട്ടിക്കുലർ കോളംസ് ഓൺലി, ദെൻ വി ക്യാൻ യൂസ് ദി ഇൻസർഷൻ മെത്തേഡ് ആസ് ലൈക്ക് ദിസ്. ആൻഡ് നെക്സ്റ്റ് query ഈസ് and the response for that is query okay 1 row affected. And next type of query is for insertion, insert into student name, date of birth, course, F income, values, first row എന്ത് കൊടുത്തു? birth, date of birth, batch, and family income, again comma,
നെക്സ്റ്റ് റോ. ഇങ്ങനെ നമുക്ക് എത്ര റോസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിങ്ങിൽ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ്, അതായത് ടേബിൾ നെയിം ഏതിനൊക്കെയാണ്, അതായത് ആദ്യം നമുക്കിവിടെ ഭരത് എന്നുള്ളൊരു നെയിം ക്രിയേറ്റ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സ്, ഫാമിലി ഇൻകം. ആൻഡ് ദി നെക്സ്റ്റ് റോ ഈസ് വിരാട്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് കോഴ്സ്, ഫാമിലി ഇൻകം. നമുക്ക് ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പേജ്, ഇപ്പോൾ ഇവിടെ ഒരു 1 റോ, സെക്കൻഡ് റോ, തേർഡ്, ഫോർത്ത്, ഇപ്പോൾ നമ്മൾ ടോട്ടൽ 4 റോസ് ഡിഫറെൻറ്റ് ടൈപ്പിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല, ബാക്കിയുള്ളതിനൊന്നും നമ്മൾ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നൾ വാല്യൂസ് ആയിട്ട് എൻ്റർ ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ 2 റോസ് കൊടുത്തു കഴിഞ്ഞാൽ കൊറിയൊക്കെ 2 റോ അഫക്റ്റഡ്, റെക്കോർഡ്സ് 2, 2 റെക്കോർഡ് മീൻസ് റോസ്, 2 റോസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല, വാർണിങ്സും ഇല്ല. ആൻഡ് നെക്സ്റ്റ് കൊറി 4 വേറൊരു ടൈപ്പിൽ, അതായത് ഇതിൻ്റെ തന്നെ സിംഗിൾ റോ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് കൊറി 5 വീണ്ടും വേറൊരു ടൈപ്പിൽ നമ്മൾ കൊടുത്തു. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വി ക്യാൻ ഇൻസേർട്ട് ദി റോ ഇൻ ടു എ ടേബിൾ. സോ വി ക്യാൻ ഇൻസേർട്ട് rows into a table or data into a table in different method by using the keyword or DML command insert into, and there are 3 types we used in the insertion for a data in a table. And how to retrieve this data or how to retrieve this information from a table by using the command select. And the syntax is select space column name 1 column name 2 etc up to എത്ര കോളംസിൻ്റെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണോ അത്രയും കോളംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ആൻഡ് ഫ്രം ടേബിൾ നെയിം. ഇനി ഇപ്പോൾ നമുക്ക് കോഴ്സും നെയിമും മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെടുക്കും വി യൂസ് ദി കമാൻഡ് select name course from student terminated with a semicolon. അപ്പോൾ എങ്ങനെയായിരിക്കും ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റ് വരിക, ഡിസ്പ്ലേ വരുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്ത് സെമികോളൻ അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് നെയിമും കോഴ്സും ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ വരുന്നത്. ഇവിടെ കണ്ടോ, നെയിം ആൻഡ് കോഴ്സ് ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് നമുക്ക് വരിക. ഇനി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആസ്ട്രിക് സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. By using the asterisk symbol, that is select star from student. If you write the query as select star from student, star എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരും. സോ ദി ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. നമ്മൾ കൊടുത്ത എല്ലാ അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സ്, ഫാമിലി ഇൻകം എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ സപ്പോസ് വി ആർ ഇൻസർട്ടഡ് 10 rows, then 10 rows in a set 0.0 seconds വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ പർട്ടിക്കുലർ കോളംസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കോളംസിൻ്റെ നെയിം മാത്രം നമ്മൾ എൻ്റർ ചെയ്തെടുക്കുക. ഇഫ് യു വാണ്ട് ടു ഡിസ്പ്ലേ ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് ഓർ ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദി പർട്ടിക്കുലർ ടേബിൾ, ദെൻ റൈറ്റ് ദി സ്റ്റാർ symbol, that is select star from the student. Here the table name is students. By writing the query as select star from student, we can display all the details of the student. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക by using the select command. ഇനി നെക്സ്റ്റ് എലിമിനേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻ എ കോളം യൂസിങ് ഡിസ്റ്റിങ്ക്ട്. ഇപ്പോൾ നമുക്കൊരു ടേബിളിലെ കോഴ്സസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഡിസ്പ്ലേ ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഏത് കീവേഡ് യൂസ് ചെയ്യണം, സെലക്ട് കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ്. സോ എന്തായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത ഓൺലി കോഴ്സസ് ആർ ഡിസ്പ്ലേഡ് ഇൻ എ ടേബിൾ. സോ ദി ഔട്ട്പുട്ട് ബി ലൈക്ക് കോഴ്സ് നമ്മൾ ആ ടേബിളിൽ കൊടുത്തിട്ടുള്ള കോഴ്സ് സയൻസ് കൊമേഴ്സ് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് റിപ്പീറ്റഡ്ലി സയൻസ് വന്നിട്ടുണ്ട്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, ദാറ്റ് ഈസ് വി വാണ്ട് ടു എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻ എ കോളം, വി യൂസ് ദി കീവേഡ് ഡിസ്റ്റിങ്ക്ട്. നമുക്ക് ഈ ഒരു കോഴ്സ് തന്നെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അതായത് എത്രയും റിപ്പീറ്റ് ചെയ്ത് കാണണ്ട, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളൊരു കീവേഡ് കാണാം. നമുക്ക് ഈ കൊറി 1 ഒന്ന് വേറൊരു ടൈപ്പിൽ എഴുതാം, സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ്. സോ ദി ഔട്ട്പുട്ട് വിൽ ബി അതിൽ പർട്ടിക്കുലർ ഏതൊക്കെയോ കോഴ്സുകളുള്ളത് അത് ഓരോ തവണയും വരുള്ളൂ, റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ബൈ യൂസിങ് ദി ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ് വി ക്യാൻ എലിമിനേറ്റ് ദി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻ കോളംസ്. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എലിമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള കീവേഡ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സെലക്ട് സ്പെസിഫിക് റോസ് യൂസിങ് വേർ ക്ലോസ്. വേർ എന്നുള്ളത്, അതായത് നമുക്ക് ചില ടൈമിൽ എല്ലാം ഡിസ്പ്ലേ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, വേർ എന്നുള്ളൊരു ക്ലോസ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ദി സിൻടാക്സ് ഈസ് സെലക്ട് കോളൻ നെയിം 1
കോമ കോളം നെയിം ടു എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളംസ് നമുക്ക് കൊടുക്കുക. ഫ്രം ടേബിൾ വേർ എ പർട്ടിക്കുലർ കണ്ടീഷൻ, അവിടെ വേറെന്നുള്ളൊരു ക്ലോസ് നമ്മൾ യൂസ് ചെയ്യണം. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണ്ടൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുക. അവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നതിൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈക്വൽ ടു കൊടുക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ആൻഡ് ഓർ. നോട്ട് ആൻഡ് ഓർ ഒക്കെ എന്താണ്? ലോജിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ആൻഡ് ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. Query 1. Select star from student where gender equal to F terminated with a semicolon. അപ്പോൾ എന്താ ഡിസ്പ്ലേ ചെയ്യുള്ളൂ? എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്ത് വരും ബൈ യൂസിങ് ദി ആസ്ട്രിക് സിമ്പിൾ. എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്ത് വരും ഫ്രം സ്റ്റുഡൻറ്റ് ടേബിൾ. സ്റ്റുഡൻറ്റ് ഡീറ്റെയിലിലെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ജെൻഡർ എഫ്. അപ്പോൾ ജെൻഡർ എഫ് എന്ന് വന്ന സ്റ്റുഡൻസിൻ്റെ മാത്രം എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്ത് വരും. ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ബാക്കി നമ്മൾ കൊടുത്ത ടേബിളിലെ എല്ലാം മെയിൽസ് ആയിരുന്നു. ജെൻഡർ എന്നുള്ളത് എം ആയിരുന്നു. ഇവിടെ എഫ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എഫ് എന്ന് കൊടുത്ത കാരണം കൊണ്ട് എന്തേ വരുള്ളൂ? ആ 3 സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സ്, ഫാമിലി ഇൻകം, ഈ 3 റോസ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. ആൻഡ് വൺ മോർ എക്സാമ്പിൾ. സെലക്ട് നെയിം, കോഴ്സ്, എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് വേർ കോഴ്സ് ഈക്വൽ ടു സയൻസ് ആൻഡ് എഫ് ഇൻകം ലെസ് ദാൻ 25,000. ഇവിടെ നമുക്ക് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ എന്താ? ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയർ ബൂളിയൻ എക്സ്പ്രഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് മീൻസ് ഇഫ് ടു ഓപ്പറൻസ് ആർ ട്രൂ, the result will be true. Any one of the operand is false, then the result is false. അതാണ് നമ്മൾ ആൻഡ് ഓപ്പറേഷനിൽ പഠിച്ചിട്ടുള്ളത്. സോ ഹിയർ കോഴ്സ് എന്നുള്ളത് സയൻസ് ആകുകയും വേണം, അതിനോടൊപ്പം എന്ത് വേണം? ഫാമിലി ഇൻകം ഈസ് ലെസ് ദാൻ 25,000 ആവും വേണം. അങ്ങനെയുള്ള സ്റ്റുഡൻസ് എവിടെ നിന്ന്? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്താൽ മതി? നെയിം, കോഴ്സ്, ഫാമിലി ഇൻകം, ഈ 3 കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ ദി ഔട്ട്പുട്ട് വിൽ ബി നെയിം, കോഴ്സ്, ഫാമിലി ഇൻകം. ഈ 3 സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ളവർ? സയൻസ് ബാച്ചിലേ ആയിരിക്കണം. അതിനോടൊപ്പം എന്തായിരിക്കണം? ഫാമിലി ഇൻകം 25,000 ലെസ് ദാൻ ആയിരിക്കണം. അപ്പോൾ ഫാമിലി ഇൻകം ലെസ് ദാനും ആണ്, എല്ലാവരും സയൻസ് ബാച്ചിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ എഴുതാം. ആൻഡ് നെക്സ്റ്റ് ക്വറി. സെലക്ട് നെയിം, കോഴ്സ്, എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് വേർ നോട്ട് കോഴ്സ് ഈക്വൽ ടു സയൻസ്. എന്താ വരുന്നത്? നമുക്ക് നെയിം, കോഴ്സ്, ഫാമിലി ഇൻകം ഒക്കെ ഡിസ്പ്ലേ ചെയ്യണം. എവിടെ നിന്ന്? ഫ്രം ദി സ്റ്റുഡൻറ്റ് ടേബിൾ. അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. വേർ നോട്ട് കോഴ്സ് ഈക്വൽ ടു സയൻസ്. അതായത് എന്താ അവിടെ വരാൻ പാടില്ല? സയൻസ് ബാച്ചിൽ, അതായത് കോഴ്സ് എന്നുള്ളത് സയൻസ് ആകാത്തത്, നോട്ട് നടത്തുന്നത്, നോട്ട് കോഴ്സ് ഈക്വൽ ടു സയൻസ്. സയൻസ് എന്നുള്ള കോഴ്സിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്പ്ലേ ചെയ്യരുത്, ബാക്കിയുള്ളവരുടെ ഡിസ്പ്ലേ ചെയ്യണം. എന്തൊക്കെ ഡീറ്റെയിൽസ്? നെയിം, കോഴ്സ് ആൻഡ് ഫാമിലി ഇൻകം. സോ ദി ഔട്ട്പുട്ട് വിൽ ബി നെയിം, കോഴ്സ്, ഫാമിലി ഇൻകം. ബാക്കിയുള്ളവരുടെ എന്താണ്? കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ മാത്രം. ഇവിടെ വേറൊരു കണ്ടീഷനും തന്നിട്ടില്ല. ഫാമിലി ഇൻകത്തിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. സയൻസ് ബാച്ചിലെ കുട്ടികളുടെ കോഴ്സ്, നെയിം, ഫാമിലി ഇൻകം ഒഴികെ ബാക്കിയുള്ളവരുടെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു ക്വറിയാണ് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ബിറ്റ്വീൻ, അതായത് ഇപ്പോൾ പറയാണ് അഡ്മിഷൻ നമ്പർ 101 തുടങ്ങി 110 വരെ, 110 വരെ, അങ്ങനെയുള്ള കുട്ടികളുടെ നമ്പർ, അതായത് ഒരു റേഞ്ച് ഓഫ് വിത്തിൻ ദി പീരീഡ് അങ്ങനെ ഒന്ന് തരികയാണെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ അല്ലെങ്കിൽ ആൻഡ് എന്നുള്ള ക്ലോസുകളൊക്കെയാണ് യൂസ് ചെയ്യുക. SQL ഓപ്പറേറ്റർ ബിറ്റ്വീൻ ആൻഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ റേഞ്ച്. ഒരു ക്വറി നമുക്കിവിടെ നോക്കാം. സെലക്ട് നെയിം, എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് where F income greater than or equal to 25,000 and F income less than or equal to 45,000. ഇങ്ങനെ ഒരു ക്വറി തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യാം? നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നെയിം, എഫ് ഇൻകം, ഈ 2 എണ്ണമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. എവിടെ നിന്ന്? ഫ്രം ദി ടേബിൾ സ്റ്റുഡൻറ്റ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എഫ് ഇൻകം, ഫാമിലി ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25,000 അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45,000. ഈ ബിറ്റ്വീൻ, ഈ 2 എണ്ണത്തിൻ്റെ ഇടയിലുള്ളത് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആൻഡ് എന്നുള്ളൊരു കണ്ടീഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദി റെസ്പോൺസ് വിൽ ബി ലൈക്ക് എന്ത് വരും? ഇങ്ങനെ ഒരു ഇതായിരിക്കും വരിക. 2 പേരുടെ മാത്രമേ ആ ഒരു കണ്ടീഷനിലുള്ളൂ. ഇതേ സെയിം തന്നെ നമുക്ക് വേറൊരു ടൈപ്പിൽ എഴുതാം യൂസിങ് ദി കീവേഡ് ബിറ്റ്വീൻ. സെലക്ട് നെയിം, എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് ഇൻകം ബിറ്റ്വീൻ
25,000 and 45,000. ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദെൻ ആൻഡ് കൊടുത്തിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക, അല്ലെങ്കിൽ ബിറ്റ്വീൻ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യും. ഈ രണ്ട് ടൈപ്പിലും നമുക്ക് കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ദി ഔട്ട്പുട്ട് വിൽ ബി സെയിം. രണ്ട് ക്വറീസിനും റെസ്പോൺസ് സെയിം തന്നെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ബേസ്ഡ് ഓൺ എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. നമുക്ക് ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് കുറച്ച് മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ ഓർ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ശ്രദ്ധിക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെയുള്ളവരുടെ വേർ അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. കോഴ്സ് കൊമേഴ്സ് ആയിരിക്കണം ഓർ കോഴ്സ് മേക്കൽ ടു ഹ്യൂമാനിറ്റീസ്. ഓർ എന്നുള്ളത് എന്താ? ഓർ എന്നുള്ള കണ്ടീഷൻ കൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഓർ മീൻസ് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ റിസൾട്ട് വിൽ ബി ട്രൂ. ആൻഡ് ഇഫ് ദി ടു ഇൻപുട്സ് ആർ two operands are false, then the output will be false. അപ്പോൾ രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ റിസൾട്ട് ട്രൂ ആവും, രണ്ടും ഫോൾസ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഫോൾസ് ആവും. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ പോലും റിസൾട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വേണം. എങ്ങനെയുള്ളവരുടെ കോഴ്സ് കൊമേഴ്സും ആകാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസും ആകാം. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെയും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. കണ്ടോ, കൊമേഴ്സും വന്നിട്ടുണ്ട്, ഹ്യൂമാനിറ്റീസും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ മാത്രം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ കോഴ്സ് ഇൻ. ഓർന്നുള്ള കീവേഡ് മാറ്റിയിട്ട് ദെൻ വി യൂസ് ദി കീവേഡ് ഇൻ. വേർ കോഴ്സ് ഇൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്. ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് സിംഗിൾ കോഴ്സിൽ കൊടുക്കുന്നത്? ബിക്കോസ് കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസൊക്കെ നമ്മൾ കൊടുക്കുന്ന കോഴ്സ് എന്നുള്ള കോളൻ നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് വാർക്യാർ അല്ലെങ്കിൽ ക്യാർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അതൊക്കെ നമ്മൾ സിംഗിൾ കോഴ്സിൽ കൊടുക്കുന്നത്. ആൻഡ് ഇതേ തന്നെ വേറൊരു ടൈപ്പിൽ കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ കോഴ്സ് നോട്ട് ഇൻ സയൻസ്. We know that the course have the domain or the pool of values are commerce, humanities, science. ഈ 3 ബാച്ചേ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്? അപ്പോൾ സയൻസ് അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? കൊമേഴ്സും ഹ്യൂമാനിറ്റീസും. സോ ദി ക്വറി വിൽ ബി ലൈക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ കോഴ്സ് നോട്ട് ഇൻ സയൻസ്. അപ്പോൾ സയൻസിലല്ലാത്തുള്ള സ്റ്റുഡൻസ് ആരായിരിക്കും? കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ആയിരിക്കും. അപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഒരു കണ്ടീഷൻ ബേസിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ആൻഡ് നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ബേസ്ഡ് ഓൺ പാറ്റേൺ മാച്ചിങ്. അതായത് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ലൈക്ക് കമാൻഡ്. ഒരു കീവേഡാണ് ലൈക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. AB പെർസെൻറ്റേജ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ നെയിമുകളും ഡിസ്പ്ലേ ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ അഭിനന്ദ്, അങ്ങനെയുള്ള പേരുകൾ, അല്ലെങ്കിൽ അബിൻ, അങ്ങനെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അഭിജിത്ത്, അഭിനന്ദ്, അബിൻ അങ്ങനെയുള്ള പേരുകളുടെ എല്ലാം സ്റ്റാർട്ടിങ് എന്താണ്? AB വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? AB പെർസെൻറ്റേജ് എന്നുള്ളത് കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് ക്യാറ്റ് പെർസെൻറ്റേജ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാറ്റ് എന്നുള്ള വേർഡ് മിഡിൽ ആ ഒരു സ്ട്രിങ്ങിൽ ക്യാറ്റ് എന്നുള്ളൊരു വേർഡ് ഉണ്ടാവും. ക്യാറ്റ് എന്നുള്ളൊരു സബ് സ്ട്രിങ് ഉണ്ടാവും. അങ്ങനെയുള്ളത് അവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ കോൺകാറ്റിനേഷൻ, അതിൽ ക്യാറ്റ് എന്നുള്ളൊരു സ്ട്രിങ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ വന്നിട്ടുണ്ട് ഇൻഡിക്കേഷൻ, കാറ്ററിങ്, അതായത് ഫ്രണ്ടിലാകാം ലാസ്റ്റിലാകാം എവിടെയാണെങ്കിലും അങ്ങനെ ഒരു സ്ട്രിങ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? ആ സ്ട്രിങ്ങിൻ്റെ ഏത് സ്ട്രിങ് ആണോ വരേണ്ടത് അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മളോട് കൊടുത്താണ് 4 ഹൈഫൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹൈഫൺ എന്താ മീൻ ചെയ്യുന്നത്? എക്സാക്ട്ലി 4 ക്യാരക്ടേഴ്സ് ഉള്ളത്. ഇനി 3 ക്യാരക്ടേഴ്സ് മതി എന്നുണ്ടെങ്കിലോ 3 ഹൈഫൺ നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി 2 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 2 ഹൈഫൺ, 1 മതി എന്നുണ്ടെങ്കിൽ 1. ഒരു ക്യാരക്ടറുള്ള പേരില്ലല്ലോ അല്ലേ? നമുക്ക് പേരെന്നല്ല എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഏതൊരു ക്യാരക്ടർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അതാണ് എക്സാക്ട്ലിക്ക്. ഇനി മിനിമം 3 ക്യാരക്ടർ ആണെങ്കിൽ 3 ഹൈഫൺ ഇടുക, ദെൻ പെർസെൻറ്റേജ് സിമ്പിൾ. അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. എക്സാക്ട്ലി ആണെങ്കിൽ പെർസെൻറ്റേജ് സിമ്പിൾ യൂസ് ചെയ്യരുത്. ഇനി ഇപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഡിസ്പ്ലേ ദി നെയിംസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ്. അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഇടണം? 5 ഹൈഫൺ ദെൻ എ പെർസെൻറ്റേജ് സിമ്പിൾ. എക്സാക്ട്ലി 5 ക്യാരക്ടർ എന്ന് പറഞ്ഞാലോ 5 ഹൈഫൺ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം.
സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് വേർ നെയിം ലൈക്ക് പെർസെൻറ്റേജ് AR. പെർസെൻറ്റേജ് AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് നെയിം എൻഡ് ചെയ്യുന്നവിടെ AR എന്നായിരിക്കണം വരുന്നത്. ഇനി AR പെർസെൻറ്റേജ് എന്നാണെങ്കിലോ AR എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിമുകൾ AR, അതായത് അരവിന്ദ് അല്ലെങ്കിൽ അരവിന്ദ് അക്ഷൻ അങ്ങനെയുള്ള പേരുകളൊക്കെ ആയിരിക്കും AR പെർസെൻറ്റേജ് എന്ന് വരാം. പെർസെൻറ്റേജ് AR ആകുമ്പോൾ എൻഡേഡ് വിത്ത് AR, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ശ്രീകുമാർ, ദിവാകർ, അതിൻ്റെയൊക്കെ എൻഡിങ് എന്താണ് AR എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള നെയിംസ് ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ പെർസെൻറ്റേജ് AR എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി AR പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ AR വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിമുകൾ വരും. ഇനി പെർസെൻറ്റേജ് AR പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ AR എന്നുള്ള സ്ട്രിങ് ആ നെയിമിൽ എവിടെയെങ്കിലും വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് AR പെർസെൻറ്റേജ് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ കണ്ടീഷൻ ബേസ്ഡ് ഓൺ നൾ വാല്യൂസ് സെർച്ച്. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. നള്ളെന്നുള്ളത് നമ്മൾ എന്തിനാണ്, അതായത് നമ്മൾ എന്തെങ്കിലും വാല്യൂസ് എംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ദി എക്സാമ്പിൾ ഈസ് സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ ഫാമിലി ഇൻകം ഈസ് നൾ. അപ്പോൾ എന്ത് വരും, ഫാമിലി ഇൻകം നള്ളായിട്ട് നമ്മൾ അറിയാതെ എങ്ങനെ എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഫാമിലി ഇൻകം എഴുതാൻ വിട്ടുപോയി. അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ അത് ഏത് കോഴ്സിലാണ്, അപ്പം നെയിമും കോഴ്സും ഡിസ്പ്ലേ ചെയ്ത് വരും. സ്റ്റുഡൻറ്റ് എങ്ങനെയുള്ളവരുടെ ഫാമിലി ഇൻകം നള്ളായിട്ട് കൊടുത്തു വരും. നമ്മൾ 3 സ്റ്റുഡൻസിൻ്റെയാണ് അങ്ങനെ കൊടുത്തിരുന്നത്. അപ്പോൾ അവരുടെ നെയിം മാത്രം ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ് ഇനി ഫാമിലി ഇൻകം നൾ അല്ലാത്തവരുടെ കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കും, സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് ഇൻകം ഈസ് നോട്ട് നൾ. അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടില്ല, നള്ളായ സ്റ്റുഡൻസിൻ്റെ മാത്രം കാണിച്ചിട്ടുണ്ട്. ഇനി നള്ളല്ലാത്ത ഫാമിലി ഇൻകം എൻ്റർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കാണണമെങ്കിൽ സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് ഇൻകം ഈസ് നോട്ട് നൾ. അപ്പോൾ നള്ളല്ലാതെ കൊടുത്ത സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും നെയിമും കോഴ്സും ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമ്മൾ കൊടുത്തതൊക്കെ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ASC എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ടും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അസെൻഡിങ് ഓർഡറിലാണ്. നമ്മൾ ASC എന്നുള്ളൊരു ക്ലോസ് കൊടുത്തില്ലെങ്കിലും അത് ഡീഫോൾട്ടായിട്ട് അസെൻഡിങ് ഓർഡറിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ DESC എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് എക്സാമ്പിൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ നെയിം. നമ്മളിവിടെ DESC എന്നോ ASC എന്നോ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡീഫോൾട്ടായിട്ട് എന്താണ് അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ നെയിംസ് അസെൻഡിങ് ഓർഡറിൽ, അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ A കഴിഞ്ഞാൽ B നെയിം ദെൻ C നെയിം, ആ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യും, നെയിംസ് ഡിസ്പ്ലേ ചെയ്ത് വരും. എക്സാമ്പിളോട് ശ്രദ്ധിക്കുക. നമ്മൾ എൻ്റർ ചെയ്ത ഓർഡർ ഒന്നുമല്ല, പക്ഷേ എന്ത് വന്നു, ഓർഡർ ബൈ നെയിം എന്ന് കൊടുത്ത കാരണം കൊണ്ട് നെയിം അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യം A വെച്ചിട്ടുള്ള നെയിം ദെൻ B C, ആ ഒരു ഡിക്ഷണറിയിൽ നമ്മൾ കാണുന്ന അതേ ഓർഡറിൽ നെയിം വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വരാം. ഓർഡർ ബൈ നെയിം കൊടുത്ത കാരണം കൊണ്ട് നെയിമിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരും. ഇനി വൺ മോർ എക്സാമ്പിൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ എഫ് ഇൻകം DESC. അതായത് എന്ത് വരും, ഫാമിലി ഇൻകം ഡിസെൻഡിങ് ഓർഡറിലുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് വരിക. ഇവിടെ ഫാമിലി ഇൻകം ആ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് നൾ വാല്യൂസ് ആണ് കൊടുത്തത്, അത് കാരണം കൊണ്ടാണ് ആ ലിസ്റ്റുകൾ ലാസ്റ്റ് തന്നെ വരുന്നത്. ബാക്കി നമ്മൾ എൻ്റർ ചെയ്ത ഫാമിലി ഇൻകത്തിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് റിസൾട്ട് വരിക. അപ്പോൾ ആദ്യം എന്താവും, നിവേദിൻ്റെയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിവേദിതയുടെ ഇൻകമാണ് 52,000 ആയിട്ട് വന്നത്. അതാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ആ ഒരു ഫാമിലി ഇൻകം ഡിസെൻഡിങ് ഓർഡറിൽ വരും. 52 ദെൻ 45 35 24 22 ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ് എക്സാമ്പിൾ സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ കോഴ്സ് നെയിം. നമുക്ക് 2 കാര്യങ്ങളെ ഡിസ്പ്ലേ ചെയ്യേണ്ടു, നെയിമും കോഴ്സും. അവിടെ എന്ത് ചെയ്യണം, കോഴ്സും നെയിമും ഓർഡർ ആയിട്ട് വരണം. അപ്പോൾ കോഴ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയായിരുന്നു, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ. അപ്പോൾ ആദ്യം കൊമേഴ്സ് ആവും, C കഴിഞ്ഞിട്ട് എന്ത് വരും, H ഹ്യൂമാനിറ്റീസ്, ലാസ്റ്റാണ് സയൻസ് വരിക. അതിൻ്റെ കറസ്പോണ്ടിങ് നെയിമും വരും നമുക്ക്. അപ്പോൾ നെയിമും കോഴ്സ് ആയതുകൊണ്ട് ആദ്യം നെയിം വന്നു ദെൻ കോഴ്സ് വന്നു. അപ്പോൾ നമുക്ക് എന്താണ് വരിക, അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം കോഴ്സ് എഴുതി. ഇവിടെ ആദ്യം കോഴ്സല്ലേ കൊടുത്തത്, അപ്പോൾ കോഴ്സിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം കൊമേഴ്സ് ദെൻ ഹ്യൂമാനിറ്റീസ് സയൻസ്. ആ കൊമേഴ്സിൽ ദെൻ നെയിം ആൽഫബറ്റിക്കൽ ഓർഡർ. കൊമേഴ്സിൽ ആദ്യം വരുന്നത് A വെച്ച് നെയിമിൽ, സോ B വെച്ചിട്ടാണ്, ദെൻ
കൊമേഴ്സിലെ നെക്സ്റ്റ് ഇയറാണ്, 2 പേരേ ഉള്ളൂ. ഹ്യൂമാനിറ്റീസിൽ ഒരാളേ ഉള്ളൂ. ദെൻ സയൻസ് എടുക്കും. സയൻസിൽ ദെൻ കുട്ടികളുടെ നെയിം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇടും. അങ്ങനെയാണ് നമ്മൾ 2 എണ്ണം വെച്ചിട്ട് കൊടുക്കുന്നത്. ഇനി വൺ മോർ എക്സാമ്പിൾ. സെലക്ട് നെയിം കോമ കോഴ്സ് കോമ ഫാമിലി ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് വേർ കോഴ്സ് ഈക്വൽ ടു സയൻസ് ഓർഡർ ബൈ ഫാമിലി ഇൻകം DAC. ഫാമിലി ഇൻകം ഡിസെൻഡിങ് ഓർഡറിൽ എങ്ങനെയുള്ളവരുടെ സയൻസ് ബാച്ചിലുള്ള സ്റ്റുഡൻസിൻ്റെ നെയിമും കോഴ്സും ഫാമിലി ഇൻകം ഡിസ്പ്ലേ ചെയ്തു വരും. അത് ഏത് ഓർഡറിലായിരിക്കും? ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദി ഫാമിലി ഇൻകം. അപ്പോൾ സയൻസ് സ്റ്റുഡൻസിൻ്റെ ഫാമിലി ഇൻകം ഡിസെൻഡിങ് ഓർഡറിലായിട്ട് ആ സ്റ്റുഡൻസിന് മാത്രം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. നമ്മൾ C++ഉം ജാവയും എല്ലാ ലാംഗ്വേജും പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? അതിനോടൊപ്പം ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. അതേപോലെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് SQLനും ചില ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സം ഓഫ്, അത് സമ്മ് കണ്ടുപിടിക്കാൻ. ഫോർ ഫൈൻഡ് ആവറേജ് AVG ഓഫ്. ഫോർ ഫൈൻഡ് ദി മിനിമം വാല്യൂ യൂസ് ദി മിൻ ഓഫ്. ഓർ ദി ഫൈൻഡ് ദി ലാർജസ്റ്റ് വാല്യൂ ഓർ മാക്സിമം വാല്യൂ യൂസ് ദി ഫംഗ്ഷൻ മാക്സ് ഓഫ്. ആൻഡ് ടു കൗണ്ട് ദി നമ്പർ ഓഫ് നോൺ നൾ വാല്യൂസ്, അതായത് empty വാല്യൂസ് ഒഴികെ ബാക്കിയുള്ള വാല്യൂസ് കൗണ്ട് ചെയ്യാനായിട്ട് കൗണ്ട് ഓഫ് എന്നുള്ള ഫംഗ്ഷനും യൂസ് ചെയ്യും. അപ്പോൾ കൗണ്ട് ഓഫ് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറിന് മീൻ ചെയ്യുന്നത് എന്താ? എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് കൗണ്ട് ചെയ്ത് വരും. എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് ടേബിളിലെ മാക്സിമം ഫാമിലി ഇൻകം, മിനിമം ഫാമിലി ഇൻകം, ആവറേജ് ഫാമിലി ഇൻകം ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ കുറി എങ്ങനെയായിരിക്കും? സെലക്ട് മാക്സ് ഓഫ് ഫാമിലി ഇൻകം കോമ മിൻ ഓഫ് എഫ് ഇൻകം ആവറേജ് ഓഫ് എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേ എന്തായിരിക്കും? ഇങ്ങനെ ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് വരിക. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് പോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ കോമ കൗണ്ട് ഓഫ് എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് വേർ കോഴ്സ് ഈക്വൽ ടു സയൻസ്. സയൻസ് ബാച്ചിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്ത് തരണം? ഫാമിലി ഇൻകം എത്ര പേർക്ക് നമ്മൾ എൻ്റർ ചെയ്തു എന്നുള്ളത്. നമ്മൾ ആകെപ്പെടെ 4 കുട്ടികൾക്ക് ഫാമിലി ഇൻകം സയൻസ് ബാച്ചിൽ എൻ്റർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ അത് ടോട്ടലായിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നും കൗണ്ട് ചെയ്യും. അതിൽ എഫ് ഇൻകം എത്ര പേർക്ക് ഉണ്ടെന്നും കൗണ്ട് ചെയ്യും. ടോട്ടൽ 7 സ്റ്റുഡൻസ് സയൻസ് ബാച്ചിലുണ്ട്. പക്ഷേ അതിൽ ഫാമിലി ഇൻകം നമ്മൾ 4 പേർക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ കൗണ്ട് ഓഫ് സ്റ്റാർ പറഞ്ഞാൽ ടോട്ടൽ നമ്പറാണ് ഡിസ്പ്ലേ ചെയ്തത്. ടോട്ടൽ സയൻസിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നും കൗണ്ട് ഓഫ് എഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എഫ് ഇൻകം എന്നുള്ളതിന് എത്ര വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. നോൺ നൾ വാല്യൂസ് ആണ്, empty വാല്യൂസ് ഒന്നും നമ്മൾ റീഡ് ചെയ്യില്ല. ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പിംഗ്, ഹൗ ടു ഗ്രൂപ്പിംഗ് ഓഫ് ദി റെക്കോർഡ്സ് യൂസിങ് ദി ഗ്രൂപ്പ് ബൈ ക്ലോസ്. ഗ്രൂപ്പ് ബൈ എന്നുള്ള ഓരോന്നിനെയും നമ്മൾ ഈച്ച് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ബൈ എന്നുള്ള കോഴ്സ്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. സെലക്ട് കോഴ്സ് കോമ കൗണ്ട് ഓഫ് സ്റ്റാർ കോമ AVG ഓഫ് എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ കോഴ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യും? കോഴ്സ് ഡിസ്പ്ലേ ചെയ്യും, അതുപോലെ ആവറേജ് ഫാമിലി ഇൻകം, അതിനോടൊപ്പം ഗ്രൂപ്പ് ബൈ കോഴ്സ്, അതായത് ഓരോ കോഴ്സിലും എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അതിനാണ് കൗണ്ട് ഓഫ് സ്റ്റാർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എങ്ങനെയായിരുന്നു എൻ്റർ ചെയ്തത്? കൊമേഴ്സിൽ 2 സ്റ്റുഡൻസ് എൻ്റർ ചെയ്തിരുന്നു, ഹ്യൂമാനിറ്റീസിൽ 1 സ്റ്റുഡൻറ്റും സയൻസിൽ 7 സ്റ്റുഡൻസുമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവരുടെയൊക്കെ സയൻസിൻ്റെ ഫാമിലി ഇൻകം, ആവറേജ് ഫാമിലി ഇൻകം, ഹ്യൂമാനിറ്റീസിൻ്റെ ഫാമിലി ഇൻകം, ആവറേജ് ഫാമിലി ഇൻകം ആൻഡ് കൊമേഴ്സിൻ്റെ ആവറേജ് ഫാമിലി ഇൻകം ഒക്കെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് 3 റോസേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കോഴ്സ് കൊടുത്ത് കൊമേഴ്സ് കൗണ്ട് ഓഫ് സ്റ്റാർ 2 സ്റ്റുഡൻസ് ആണുള്ളത്. ആ 2 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഫാമിലി ഇൻകം. എനിക്ക് ഹ്യൂമാനിറ്റീസിൽ ഒരാളേ ഉള്ളൂ, അത് തന്നെ എഴുതി. ദെൻ സയൻസിൽ 7 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 4 പേർക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ. ആ 4 പേര് നമ്മൾ എൻ്റർ ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? ആ ഫാമിലി ഇൻകത്തിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കും. ഇനി നെക്സ്റ്റ് ഹാവിങ് ക്ലോസ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഹാവിങ് ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ബൈയുടെ ഒപ്പം തന്നെയാണ് നമ്മൾ ഹാവിങ് ക്ലോസ്. അതായത് ഒരു ഗ്രൂപ്പ് ബൈ എന്നുള്ള ഒരു കണ്ടീഷൻ, ഗ്രൂപ്പ് ബൈക്ക് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ കൊടുക്കാനാണ് നമ്മൾ സെലക്റ്റിൽ നമ്മൾ വേർ ക്ലോസ് കൊടുത്ത പോലെ തന്നെ ഗ്രൂപ്പ് ബൈയിൽ നമ്മൾ കൊടുക്കുന്നതാണെന്ന് ഹാവിങ് എന്നുള്ള ക്ലോസ്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. സെലക്ട് കോഴ്സ് കോമ കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ കോഴ്സ് ഹാവിങ് കൗണ്ട് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 3. അതായത് നമ്മൾ കോഴ്സാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. കോഴ്സും നമ്പർ ഓഫ് കോഴ്സും എത്ര കോഴ്സ് ഉണ്ടെന്നുണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. കൗണ്ട് ഓഫ് സ്റ്റാർ ആണ്, അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെയുള്ളവരുടെ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി? അതിൽ ഹാവിങ് കൗണ്ട് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 3, ഗ്രേറ്റ് 3നേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് കോഴ്സസ് ഉള്ളത് മാത്രം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്? കൊമേഴ്സ് ആ കൂടെ 2 എണ്ണേ ഉള്ളൂ, ഹ്യൂമാനിറ്റീസ് 1 ഉള്ളൂ, സയൻസിനാണ് 7 ഉള്ളത്. അപ്പോൾ സയൻസ് സ്റ്റുഡൻസിൻ്റെ കൗണ്ട് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ കോഴ്സ്
അതിന് സയൻസ് വരും കൗണ്ട് സ്റ്റാർ ഈക്വൽ ടു 7. അപ്പോൾ ടോട്ടൽ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് പഠിച്ചത്. ഹൗ ടു ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു എ ടേബിൾ ആൻഡ് ഹൗ ടു റിട്രീവ്. ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് ദി command insert into, and how to insert information from the table by using the select command, and we eliminate the duplicate values in a column using distinct keyword, and selecting specific rows using where clause. Then the condition based on the range of values by using the between and keyword. And then next condition based on a list of values using in and or അല്ലെങ്കിൽ നോട്ട് ഇൻ ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്ത്. ദെൻ കണ്ടീഷൻ ബേസ്ഡ് ഓൺ പാറ്റേൺ ഓഫ് മാച്ചിങ്. ഒരു നെയിമൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ AR വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ AR വേണമെങ്കിൽ പെർസെൻറ്റേജ് AR, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ AR വേണമെങ്കിൽ AR പെർസെൻറ്റേജ്, ഇൻ ബിറ്റ്വീൻ സബ്സ്ട്രിങ് ആയിട്ട് വരണമെങ്കിൽ പെർസെൻറ്റേജ് AR പെർസെൻറ്റേജ്, എക്സാക്ട്ലി 4 ക്യാരക്ടർ ആണെങ്കിൽ 4 ഹൈഫൺ സിമ്പിളുടെ, എക്സാക്ട്ലി അറ്റ്ലീസ്റ്റ് 4 ക്യാരക്ടേഴ്സ് ആണെങ്കിൽ 4 ഹൈഫൺ ഇട്ടിട്ട് പെർസെൻറ്റേജ് വെച്ച് ടെർമിനേറ്റ് ചെയ്യുക. ഇനി ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ നൾ വാല്യൂ പഠിച്ചു. ആൻഡ് ഓർഡർ ബൈ ക്ലോസ്. ആൻഡ് ഓർഡർ ബൈ ക്ലോസിനൊരു കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഓർഡർ ബൈ ക്ലോസ്, അതിനുശേഷം അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആയ സം ഓഫ്, ആവറേജ് ഓഫ്, മിൻ ഓഫ്, മാക്സ് ഓഫ് ആൻഡ് കൗണ്ട് ഓഫ് പഠിച്ചു. ആൻഡ് then grouping of records using group by clause, and group by ഒരു condition കൊടുക്കണമെങ്കിൽ we use the applying condition to form grouping using the having clause. Hope all these topics are clear to you. Thank you students.